മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം എന്നാണ്. റിഫ്ലക്സ് പ്രവർത്തനം. അതിനു മുൻപ് ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം. ഏതാണ്? ബയോളജിയാണ്. അപ്പോൾ എന്താണ് ബയോളജി? ഒരുപാട് കോംപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് നോക്കുന്നു. അത് ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആമുഖമായി നമ്മൾ ബയോളജി എന്താണെന്ന് പറയുന്നു, പിന്നീട് റിഫ്ലക്സ് പ്രവർത്തനം എന്താണെന്ന് പറയുന്നു. ഇത്രമേ ഉള്ളൂ ഈ ക്ലാസ്. ബയോളജി. ബയോളജി ജീവശാസ്ത്രം. ജീവനെ കുറിച്ച് പഠിക്കുന്ന മേഖലയാണ് ജീവശാസ്ത്രം. ബയോളജി. ഈ ലൊജി എന്ന് എവിടെ വന്നാലും ഓർത്തുകൊള്ളുക, അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ശാസ്ത്രം എന്നാൽ പഠനം. എന്തിൻ്റെ പഠനം? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതാണ് ശാസ്ത്രം. തെളിവിനാണ് അവിടെ ആഭിമുഖ്യം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. അതാണ് ശാസ്ത്രം. ബയോളജി. ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ രണ്ട് വാക്കും ഉണ്ടായത്. ജീവൻ എന്നർത്ഥമുള്ള ഒരു പദം, ശാസ്ത്രം എന്നർത്ഥമുള്ള ഒരു പദം. ബയോളജി. ഈ ബയോളജിയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. സുവോളജി എന്നും ബോട്ടണി എന്നും. സുവോളജി എന്നാൽ ജന്തുശാസ്ത്രം, ബോട്ടണി എന്നാൽ സസ്യശാസ്ത്രം. ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. മോഡേൺ ബയോളജിയുടെ പിതാവ്, ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. സുവോളജിയുടെ പിതാവും അരിസ്റ്റോട്ടിലാണ്. ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാറ്റസ്. ഇത്രയും പഠിച്ചല്ലോ. ബയോളജിയെക്കുറിച്ച് ഏകദേശം കഴിഞ്ഞു. ബേസിക് മാത്രം. റിഫ്ലക്സ് പ്രവർത്തനം. റിഫ്ലക്സ് പ്രവർത്തനം എന്നാൽ ആകസ്മികമായി ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. അതായത് ഇപ്പോൾ സ്വാഭാവികമായി കണ്ണ് ചിമ്മുന്നു, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരം പെരുമാറുന്ന രീതിയാണ് റിഫ്ലക്സ് പ്രവർത്തനം. നമ്മളൊരു വഴിയിലൂടെ നടക്കുന്നു, പെട്ടെന്നൊരു പട്ടി കുരയ്ക്കുന്നു. ആ സമയത്ത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ച്, ക്ഷണനേരം കൊണ്ട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ച് റിഫ്ലക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. കയ്യേൽ ഒരു മുള്ളു കൊള്ളുന്നു. മുള്ളെ തൊട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നു. ഈ തൊടുന്നതിനും പിൻവലിക്കുന്നതിനുമിടയിൽ ശരീരത്തൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണത്? അതൊരു പ്രധാന ചോദ്യമാണ്. എന്തൊക്കെയാണ് ആ മാറ്റം? നമ്മൾ സാധാരണഗതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് ചുരുങ്ങിയിരിക്കും, സാധാരണ രീതിയിലിരിക്കും, ബോഡിയൊക്കെ അയഞ്ഞിരിക്കും. പക്ഷെ നമ്മളൊരു മുള്ളെ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കുന്ന ആ ഒരു ചെറിയ മൊമെൻ്റ് ഉണ്ട്. കണ്ണ് വീർക്കും, മിഴിക്കും. അതൊന്ന്. ശരീരമൊന്ന് മുറുകും, നാഡീഞരമ്പുകൾ വലിയും. അത് രണ്ട്. ഇങ്ങനെ ശരീരത്തിൽ പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരും. ഇത് ഈ റിഫ്ലക്സ് പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. സാധാരണ രീതിയിലുണ്ടാകുന്ന
ഒരു ബോഡി, സാധാരണ സ്ഥിതിയിലുണ്ടാകുന്ന ഒരു ബോഡിയും റിഫ്ലക്സ് പ്രവർത്തനം സംഭവിക്കപ്പെടുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന ഒരു ബോഡിയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഇതൊരു പ്രധാന പോയിൻ്റാണ്. അടുത്തത് ഈ റിഫ്ലക്സ് പ്രവർത്തനം ഉണ്ടാകുമ്പോൾ നമ്മളൊരു മുള്ളെ തൊടുന്നു, പിൻവലിക്കുന്നു. ഈ ഒരു രണ്ട് പ്രവർത്തനങ്ങൾക്കിടയിൽ ക്ഷണനേരത്തിൽ ശരീരത്ത് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതെന്താണ് എന്ന് പഠിക്കാം. ഉദാഹരണം, മുള്ളെ തൊടുന്നത് തന്നെ എടുക്കാം. നമ്മളൊരു മുള്ളയിലോട്ട് തൊട്ടു, പെട്ടെന്ന് അവിടെ ഒരു ഉദ്ദീപനമുണ്ടായി. ഉദ്ദീപനം എന്നാണ് അതിന് പറയുന്നത്. പെട്ടെന്നൊരു വേദന പോലെ ഒരു ചെറിയ ഉദ്ദീപനമുണ്ടായി. അതായത് നമ്മുടെ സാധാരണ സ്ഥിതിയിലുള്ള ആ കോശങ്ങളെ എന്തോ വന്ന് അതിൻ്റെ ആ സാധാരണ സ്ഥിതിയെ മാറ്റുന്ന ആ സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. അതിനെയാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. ആ ഉദ്ദീപനത്തിൻ്റെ ഫലമായി കോശങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ കോശത്തിനകത്തെല്ലാം ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കുളത്തിലേക്ക് നമ്മളൊരു കല്ലിട്ടാൽ ഓളങ്ങളുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നൊരു മുള്ളു തൊട്ടാൽ അതിൻ്റെ ഫലമായി അവിടെ ചെറിയ ഓളങ്ങളുണ്ടാവും. അതിനെ ഇവിടെ പറയുന്ന പേരാണ് ആവേഗങ്ങൾ. ഈ ആവേഗങ്ങൾ ഒരു നാഡീ ഞരമ്പ് വഴി ഇങ്ങനെ കടത്തിവിടുന്നു. അതായത് ഒരു ഉദ്ദീപനമുണ്ടായാൽ അതിനെ സ്വീകരിക്കാനൊരു പാത വേണം. ആ ഉദ്ദീപനം ഇങ്ങനെ കടന്ന് ചെല്ലാൻ അതിനൊരു പാത വേണം. ആ പാതയെയാണ് സംവേദന നാഡി എന്ന് പറയുന്നത്. മനസ്സിലായോ? സംവേദന നാഡി എന്നാൽ ഉദ്ദീപനത്തിന് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന പാതയാണ് സംവേദന നാഡി. ഈ സംവേദന നാഡി ഇതിനെ വേണ്ട ഒരു സ്ഥാനത്ത് എത്തിക്കുന്നു. ഇത് എന്ത് തരത്തിലുള്ള ഉദ്ദീപനമാണ് എന്ന് തിരിച്ചറിയാൻ ഒരു സ്ഥലത്തെത്തിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇന്റർന്യൂറോൺ. അവിടെ വെച്ച് ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് ഒരു നിഗമനത്തിലെത്തി മറ്റൊരു പാതയിലൂടെ കടത്തിവിടുന്നു. അതായത് സംവേദന നാഡിയിലൂടെ കടന്നു വരുന്ന ഉദ്ദീപനം ഏത് തരത്തിലുള്ള ഉദ്ദീപനമാണെന്ന് തിരിച്ചറിയാൻ ഇന്റർന്യൂറോണിലെത്തി ആ ഇന്റർന്യൂറോൺ നിഗമനങ്ങൾ രേഖപ്പെടുത്തി മറ്റൊരു മേഖലയിലൂടെ ഇതിനെ കടത്തിവിടുന്നു. അതിനെ പറയുന്ന പേരാണ് പ്രേരകനാഡി. സംവേദനാഡി കടന്നു വരുന്നു, പ്രേരകനാഡി കൊടുത്തുവിടുന്നു. ഇതിനിടയിലുള്ള ഭാഗങ്ങളെ എന്തു പറയും? ഇന്റർന്യൂറോൺ. ഇത്രയേ ഉള്ളൂ. ഈ പ്രേരകനാഡി വേണ്ട സ്ഥലത്ത് ആ ആവേഗങ്ങളെ വേണ്ട സ്ഥലത്ത് നിർദ്ദേശങ്ങൾ നൽകി കൈ പിൻവലിക്കുന്നു. ഇതെല്ലാം ക്ഷണനേരം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഹരിച്ചും ഗുണിച്ചും സമയമെടുത്തും ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല, ക്ഷണനേരം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ ആവേഗങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, പ്രധാന പോയിൻ്റാണ്. അതിനെ പറയുന്നതാണ് റിഫ്ലക്സ് ആർക്ക്. മക്കളെ, അടുത്തത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്? കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് തലച്ചോറ്, ഒന്ന് സുഷുമ്ന. നാഡീവ്യവസ്ഥ പലതായി തിരിച്ചിരിക്കുന്നു. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നൊരു വിഭാഗമുണ്ട്. ആ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന രണ്ട് ഘടകങ്ങളാണ് തലച്ചോറ്, സുഷുമ്ന. ഇത്രയും മനസ്സിലായല്ലോ. ഇതിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്
സുഷുമ്നയിലാണ്. കഴിഞ്ഞേ. മക്കളെ, ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് കൂടിയുണ്ട്. ഇന്റർ ന്യൂറോണുകളിൽ, ആ പ്രോസസ്സ് നടക്കുന്ന ഇടങ്ങളിൽ മൈലിൻ ഇല്ല. അപ്പോൾ എന്താണ് മൈലിൻ എന്ന് അറിഞ്ഞിരിക്കണം. മൈലിൻ ഊർജം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഘടകമാണ് മൈലിൻ. ഇവിടെ ആവേഗങ്ങൾ പെട്ടെന്ന് സഞ്ചരിക്കണം, അതായത് നല്ല ഊർജം വേണം. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അവിടെ മൈലിൻ ഇല്ല. മൈലിൻ്റെ ഉപയോഗം എന്താണ്? ഊർജം നഷ്ടപ്പെടുത്തുന്നു. ഇവിടെ നല്ല ഊർജത്തിൽ ആവേഗങ്ങൾ സഞ്ചരിക്കണം. അപ്പോൾ അവിടെ മൈലിൻ ഉണ്ടാകുമോ? ഇല്ല. തീർന്നു.